അപ്പൊ നോക്കണം, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മദ്രസകളിലൊക്കെ ഏപ്പിക്കാരാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ മദ്രസയിൽ ഏപ്പിക്കാര് പഠിപ്പിക്കാൻ പറ്റൂല. എന്നിട്ട് അതിന് എന്ത് ചെയ്തു? നാട്ടിൽ SSLC തോറ്റിങ്ങാണ്ട് മറ്റൊക്കെ നടക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ വാഫി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മാഫി പഠിപ്പിക്കാൻ പോകും. ഈ മാഫി പഠിപ്പിച്ച കുട്ടികളെ ഇപ്പൊ നമ്മൾ മദ്രസകളിലേക്ക് ഇങ്ങോട്ട് അയച്ചു. മദ്രസയിൽ വന്നിട്ട് വല്ലതും പഠിപ്പിക്കാനുള്ളൂ, ഒന്നും അറിയില്ല. ഒരു ചങ്ങാതിനെ ഇമാമത്ത് നിർത്തി നോക്കുമ്പോ ഓൻ ഓതാനും അറിയില്ല. ഓനെല്ലാം കൂടി പിന്നെ ബാക്കിൽ നിൽക്കണോലും ആ സൈസാണ്. ഇമാമത്ത് നിന്ന മാഫി പറഞ്ഞ വലല്ലാലൂന്ന് പറഞ്ഞു, ആ മൗമൂമിങ്ങളൊക്കെ ആമൂന്ന് പറഞ്ഞു. ഈ രൂപത്തിലുള്ള ആളുകളെ പെട്ടിക്കൊണ്ട് എന്നും സമൂഹത്തിന് വിവരമുണ്ടാകുമ്പോൾ ഇത് നിലനിർത്താൻ കഴിയില്ല. സമൂഹത്തിന് അറിവുണ്ടാകുമ്പോൾ നിങ്ങൾ പരിപ്പ് വിലപ്പോവുകയില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ആളുകൾ പഠിക്കരുത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കരുത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്നും മലപ്പുറത്തെ മണ്ണിന്റെ പാടത്ത് പണിയെടുത്ത് തെങ്ങ് കയറ്റക്കാരായി മാത്രം അതപ്പതിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരാണ് അറയിൽ നിന്ന് ഉറയിലേക്ക്, ഉറയിൽ നിന്ന് ഉറിയിലേക്ക്. അങ്ങനെ മുസ്ലിം സമൂഹത്തെ എന്നും പിന്നോട്ട് വലിക്കുന്ന ഈ വിഭാഗത്തിന് മുസ്ലിങ്ങൾ എന്നും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, എന്നും പിന്നോക്ക വിഭാഗമായി നിൽക്കണമെന്ന് ആശിക്കുന്ന സമുദായ രാഷ്ട്രീയത്തിന്റെ ആളുകളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് പണ്ഡിത വേഷം വെച്ച് നടക്കുന്ന പണ്ഡിതധാരികളെ നിങ്ങൾക്ക് നിങ്ങൾ ഫത്വ പഠിപ്പിച്ചേ മതിയാവുകയുള്ളൂ. എന്താണ് ഫത്വ നൽകേണ്ടത്, എന്താണ് ദീനി എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് യാണ് മഹാന്മാരായ പണ്ഡിത നേതാക്കന്മാരെ കുതിര കയറുക. ഇവിടെ നടുറോട്ടിൽ വെച്ചുകൊണ്ട് AP ഉസ്താദിന്റെ എല്ലൂർ, നിങ്ങൾ പല്ലം AP ഉസ്താദിന്റെ എല്ലൂർ, എത്ര കാലായങ്ങൾ എല്ലൂരിൽ തുടങ്ങിയിട്ട്. രാഷ്ട്രീയത്തിൽ കിട്ടിയിരിക്കുന്ന മുദ്രാവാക്യമാണ്. രാഷ്ട്രീയക്കാരിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എല്ലൂരും പല്ലൂരും എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം ഉണ്ടല്ലോ. ആ മുദ്രാവാക്യം ഇതൊന്ന് പുതുക്കിക്കൂടെ? നിങ്ങളെ ബുക്കോ പുതിയതാണ് മുദ്രാവാക്യം